അപ്പോൾ കുറേ നാളായി മീൻ വാങ്ങിച്ചിട്ട് മീൻ അങ്ങനെ കിട്ടാറില്ലായിരുന്നല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു ഇച്ചിരി മഴ തോന്നിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്തും വരട്ടെന്നും പറഞ്ഞു മലാട് ഹോൾസെയിൽ മാർക്കറ്റിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി. അവിടെ പോയേ അങ്ങനെ വലിയതായിട്ടൊന്നും മീനിലെ വിലയാണ് മീൻ. ആ 3 ആവോലി 400 രൂപ. ആവോലി, കറുത്ത ആവോലി. ഇത് അയല ആദ്യം ഒരു കൂട്ടം വാങ്ങിച്ച 5 എണ്ണം 200 രൂപ. അപ്പം 2 വട്ടം വാങ്ങിച്ചു. ഇതെന്ന് പറയുന്നത് എനിക്കത് കുട്ടൻ മീനാണ്. ഇവിടെ ഈ ദോമാന്ന് പറയാമെന്ന് തോന്നുന്നു. അങ്ങനെ എന്തു വന്നാലും ഇങ്ങനെ പോയിട്ട് വേറെ എല്ലാം ഉള്ളത് ഈ പ്രോൺസും അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ എന്തു വന്നാലും ഈ 3 ടൈപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇതിൻ്റെ വലിയതാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഇതിനങ്ങനെ മുള്ളില്ലാത്തതുകൊണ്ട് ഇവിടെ ഇവർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ആ കറുത്ത ആവോലി എടുത്തൊന്ന് വെട്ടി കറി വയ്ക്കാമെന്ന് വെച്ച് ബാക്കിയൊക്കെ അങ്ങ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. ഞാൻ ഇന്ന് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞാണ് ചേർക്കുന്നത്. ഇന്ന് ഞാൻ ചിന്തിച്ചൊന്ന് ചതച്ച് കറി വയ്ക്കാമെന്ന്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് അങ്ങനെ കുറച്ച് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ ഞാൻ വെട്ടിയെടുത്തു. നല്ല മീൻ, പക്ഷേ നല്ല ഫ്രഷ് മീനായിരുന്നു. അപ്പോൾ ഈ ചട്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചട്ടിയാണ്. അതിൻ്റെ അകത്താണെങ്കിൽ പെട്ടെന്ന് പുക കയറും. അപ്പോൾ ആ വെള്ളം മൊത്തവും വറ്റാനായിട്ട് നിന്നാൽ നമ്മൾ ചുമച്ച് ഊപ്പാട് വരും. അതുകൊണ്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് ചെറിയ തീയിൽ ആ ചട്ടി വെച്ചിരുന്ന് പിന്നീട് ഓയിലൊഴിച്ചിട്ട് എല്ലായിടും ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ കിട്ടുന്ന ചട്ടികൾ എത്ര വർഷം ഉപയോഗിച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ചട്ടികളെല്ലാം ഇങ്ങനെയുള്ളതാണ്. അപ്പോൾ ഞാൻ ഓയിലൊഴിച്ച് കടുക് ഉലുവയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ടു. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുകൂടെ ചേർത്ത് അതൊന്ന് മൂത്ത് വന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് അത് ആ പൊടി ഒന്ന് മൂത്ത് വന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സാക്കിയതിന് ശേഷം പുളിവെള്ളവും ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തിരി വെള്ളം ഏതോ മൈൻഡിൽ നിന്ന് ഇച്ചിരി അരപ്പ് കൂടുതലായിപ്പോയി ഇന്ന്. അപ്പോൾ ഞാൻ ഉപ്പും ചേർത്ത് ഉലുവാപ്പൊടിയും ചേർത്തിട്ട് മീനിട്ട് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് കഴിയുമ്പോൾ നമ്മുടെ മീനൊക്കെ ഒന്ന് റെഡിയാവും. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് മീനൊക്കെ ഇച്ചിരി ചാറ് കൂടിപ്പോയി. ഇപ്പം ഞാനിതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ മോരുകറി ഉണ്ടാക്കിയ ഞാൻ ഒരിക്കലും ചെയ്യാത്ത കാര്യം ഇന്ന് തൈര് ഉടച്ചെണ്ണ അവിടെ ഇരുന്നുണ്ട് കറിവേപ്പില കിടന്ന് ഞാൻ ആ കറിവേപ്പിലയും കൂടെ അതിൻ്റെ അകത്ത് അങ്ങിട്ട് ഏതോ മൈൻഡിൽ നിന്ന് കറിവേപ്പിലയും കൂടെ ഇട്ടാൽ അതടിച്ചപ്പോഴതാ ഇങ്ങനെ ഇല ഇങ്ങനെ മുറിഞ്ഞ് കിടക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ മിക്ക ദിവസവും മോരാ. നിങ്ങൾ ചിന്തിക്കും എന്നും ഇവിടെ മോരാന്ന് തോന്നുന്നു. ഇവിടെ ഇവർക്കെല്ലാം ഇത് ഇഷ്ടമാണ്. മോരുകറി ഉണ്ടെങ്കിൽ 2 ദിവസം നിന്നോളും. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.